നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി എല്ലാവരും ചോദിക്കുന്നു, എവിടെ പുതിയ ബലേനോ എന്ന്. എന്തുകൊണ്ടാണ് പുതിയ ബലേനോ നമ്മുടെ ചാനലിൽ വരാൻ താമസിച്ചെന്ന് ചോദിക്കുകയാണെങ്കിൽ, മാരുതി ഇപ്പോഴാണ് നമുക്കിത് ഓടിക്കാൻ തന്നത്. മാരുതി ഓടിക്കാൻ തരാതെ ഡീലർഷിപ്പിൽ നിന്നും എടുത്ത് ചെയ്യുന്നത് മാരുതിയുമായുള്ള ബന്ധം വഷളാക്കും എന്നുള്ളത് കൊണ്ട് മാരുതി ഓടിക്കാൻ തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗോവയിൽ ഇപ്പോൾ ഏറ്റവും പുതിയ ബലേനോയുമായി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഇവിടെ സ്കോഡ സ്ലാവിയയുടെ ഡ്രൈവായിരുന്നു. അതിനുശേഷം ഇന്ന് വീണ്ടും അടുത്തൊരു ഡ്രൈവ്, അതാണ് മാരുതി ബലേനോ. അങ്ങനെ നമ്മൾ അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഇതാ കിടക്കുന്നു പഴയൊരു ബലേനോ. എന്നാൽ പിന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ രണ്ട് വാഹനങ്ങളുടെയും ഫീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നെ ഒറ്റ നോട്ടത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ കൊണ്ട് നിന്നിട്ടാണ്. ഇവിടെ ചുറ്റും പട്ടികളാണ്. പട്ടികളോടെല്ലാം മാറി നിൽക്കാൻ പറയുമ്പോൾ പോടാ പട്ടി എന്നുള്ള മട്ടിലാണ് ആ പട്ടികൾ പ്രതികരിച്ചത്. അതുകൊണ്ട് പിന്നെ അവിടെ നിൽക്കട്ടെ ആ പട്ടികൾ എന്ന് വിചാരിച്ചു. എന്തായാലും രണ്ട് വാഹനങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ, വ്യത്യാസം ബോധ്യപ്പെട്ട് കാണുമല്ലോ വളരെ പെട്ടെന്ന് തന്നെ. അതായത് അത് ഞാൻ വീണ്ടും വിശദീകരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് കാണുമ്പോൾ ഇതാ വലിയ ഗ്രില്ല് വന്നു, അതിമനോഹരമായ ഒരു ഹെഡ്ലാമ്പ് അസംബ്ലി വന്നു, താഴെയുള്ള ഭാഗമൊക്കെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എന്തിനാ പുതിയ ബോണറ്റ് ലൈൻ പോലും മാറിയിരിക്കുകയാണ്. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എന്തായാലും വലിയ ചേഞ്ചസ് ആണ് സംഭവിച്ചിരിക്കുന്ന ബലേനോയ്ക്ക്. പക്ഷേ ഇത് മാത്രമല്ല, ഉൾഭാഗത്ത് അതിലും ഗംഭീരമായ ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഏറ്റവും പുതിയ ബലേനോയുടെ വിശേഷങ്ങളൊക്കെ അടക്കാം. അതിന് മുമ്പ് ബലേനോയുടെ കഥകളിലേക്ക് ഒരല്പം കടന്നിട്ടാകാം നമുക്ക് അങ്ങോട്ടുള്ള പോക്ക്. അപ്പോൾ മാരുതി ബലേനോയെ പറ്റി കൂടുതൽ പറയുന്നതിന് മുമ്പ് നമുക്ക് സ്പീക്ക് ആപ്പ് എന്നൊരു ആപ്പിനെ പരിചയപ്പെടാമെന്നല്ല കേട്ടോ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനെപ്പറ്റി പറയുന്നതാണ്. നമ്മൾ വാട്സപ്പ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ആപ്പാണിത്. പക്ഷേ വാട്സപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെയില്ല. നമ്മൾ സാധാരണഗതിയിൽ ആർക്കെങ്കിലും വോയിസ് മെസ്സേജ് അയക്കുന്ന പോലെ തന്നെ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അത് നേരെ നിങ്ങൾ സ്പീക്ക് ആപ്പിൻ്റെ പേജിലേക്ക് പോസ്റ്റ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നൊരു ഫീൽ കിട്ടുമെന്നുള്ളതാണ്. സ്പീക്ക് ആപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ സംസാരിക്കൂ എന്ന് തന്നെയാണല്ലോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ആശയവിനിമയം സാധ്യമാക്കുന്ന ഒരു ആപ്പാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകാം. ഇൻ്റർഫേസ് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് പോലെയാണ് ഇൻ്റർഫേസ്. ഇതിൽ കാണുന്ന ബട്ടൺ അമർത്തി നിങ്ങൾക്ക് സംസാരിക്കാം. സംസാരം എന്തിനെക്കുറിച്ചുമാകാം. രസകരമായ കഥകളാകാം, പാചക നുറുങ്ങുകൾ, യാത്രാനുഭവങ്ങൾ, ദൈനംദിന സംഭവങ്ങൾ, ജീവിത കഥകൾ തുടങ്ങി. വേണമെങ്കിൽ ഓട്ടോമൊബൈൽ റിവ്യൂ വരെ നിങ്ങൾക്ക് പങ്കിടാം. അത് വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ, എങ്കിൽ പോലും വേണമെങ്കിൽ പങ്കിടാം. ചുരുക്കം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ആപ്പുകളിൽ നിങ്ങൾ പങ്കിടുന്നത് എന്തും സ്പീക്ക് ആപ്പിലും പങ്കിടാം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നിങ്ങൾ ശബ്ദത്തിലൂടെ റെക്കോർഡ് ചെയ്ത നിങ്ങളുടെ സംഭാഷണം മറ്റ് ഏതൊരു സന്ദേശവും ഷെയർ ചെയ്യുന്ന പോലെ തന്നെ സ്പീക്ക് ആപ്പിൽ നിങ്ങളുടെ ഫോളോവേഴ്സിന് ഷെയർ ചെയ്യാം. ഇത് ക്ലബ് ഹൗസ് പോലെയല്ല, മീറ്റിംഗ് റൂമുകളോ ചർച്ചകളോ ഒന്നുമില്ല. ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോട്ടോയോ സന്ദേശമോ അല്ലെങ്കിൽ വീഡിയോയോ എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന പോലെ തന്നെ സ്പീക്ക് ആപ്പിൽ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ശബ്ദത്തിൽ റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. എന്നാൽ ഇത് വോയിസ് ക്ലിപ്പിനുള്ളിൽ മാത്രം ഒതുങ്ങുന്നുമില്ല. ഫോട്ടോകൾ, വീഡിയോകൾ, ടെക്സ്റ്റ് എന്നിവയും സ്പീക്ക് ആപ്പിൽ നിങ്ങൾ പറയുന്ന സംഭാഷണത്തിന് ഒരു ബാക്കപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും അതും ഈ ഒരു സംഭാഷണത്തോടൊപ്പം തന്നെ ഷെയർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു രസകരമായ കാര്യം, കമൻറ്റുകളും വോയിസ് മെസ്സേജായി പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് പോസ്റ്റ് ചെയ്യുന്നയാളും കമൻറ്റ് ചെയ്യുന്നയാളും തമ്മിൽ പരസ്പരം സംസാരിക്കുന്ന ഒരു ഫീൽ കിട്ടുമെന്നർത്ഥം. എന്നാൽ നിങ്ങളൊന്നും ടൈപ്പ് ചെയ്യേണ്ട കാര്യവുമില്ല. ഏറ്റവും പുതിയ ഹാർടെക് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും പുതിയ ബലേനോ ജനിച്ചിരിക്കുന്നത്. പുതിയ ബലേനോയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രധാനമായിട്ടും ഈ ഒരു ഏറ്റവും പുതിയ പ്ലാറ്റ്ഫോം വന്നു എന്നുള്ളതാണ്. തന്നെയല്ല, ഭാരം ഒരല്പം കൂടിയിട്ടുണ്ട്, 60 കിലോഗ്രാം ഭാരം കൂടിയിട്ടുണ്ട്. പക്ഷേ 5 മില്ലിമീറ്റർ നീളം കുറഞ്ഞു. അത് ഈ രൂപത്തിൽ ഒന്ന് മിനുക്കിയെടുത്തപ്പോൾ സംഭവിച്ചാണ് 5 മില്ലിമീറ്റർ കുറഞ്ഞത്. എന്തായാലും വർഷങ്ങളായി, അതായത് ഏകദേശം 6 വർഷമായിട്ട് ഇന്ത്യയുടെ ഒരു പ്രിയപ്പെട്ട ഹാച്ച്ബാക്കായിട്ട് തുടരുന്ന വാഹനമാണിത്. പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ ഏതാണ്ട് 57% വിൽപ്പനയും ഉള്ളത് ബലേനോയ്ക്കാണ്. ഞാൻ ആദ്യകാല ബലേനോ യൂസറാണെന്ന് പറയാം. കേരളത്തിലെ ആദ്യത്തെ ഒരു ബാച്ചിലുള്ള CVT ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളൊന്ന് എൻ്റേതാണ്. ഞാൻ ഇപ്പോഴും 6 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പി കസ്റ്റമറാണ്. CVT നമുക്കറിയാവുന്ന പോലെ മര്യാദയ്ക്ക് ഓടിച്ചാൽ നല്ല മൈലേജ് കിട്ടും, മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ മൈലേജ് തീരെ കിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതിൽ നിന്നും കൊഴിഞ്ഞു പോയിരിക്കുന്ന CVT ട്രാൻസ്മിഷനാണ്. അതായത് AMT എന്ന് നമ്മൾ വിളിക്കുകയും AGS എന്ന് മാരുതി വിളിക്കുകയും ചെയ്യുന്ന AMT ട്രാൻസ്മിഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഓട്ടോമാറ്റിക്കലി ഇനി CVT ഉണ്ടാവുകയില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ വസ്തുതയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് CVT ഒഴിവാക്കിയെന്ന് ചോദിച്ചപ്പോൾ മാരുതിയുടെ തലപ്പത്തുള്ളവർ ഇന്നലെ പറഞ്ഞു തന്നത്, അവർ മൊത്തത്തിലുള്ള സെയിൽസ് നോക്കുമ്പോൾ ആകെ 2% മാത്രമാണ് ബലേനോയുടെ സെയിലിൽ 2% മാത്രമാണ് CVT വാങ്ങിക്കുന്നവരുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി എന്തിനാണ് CVT നിലനിർത്തുന്നതെന്നാണ് ചോദ്യം.
എന്നാൽ AMD ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്ന മാരുതിയാണ്. സെലേറിയോയിലാണ് അത് കൊണ്ടുവന്നത്. 2017 തോന്നുന്നു, 2017 മറ്റോ. അതിനുശേഷം സെലേറിയോയുടെ ആ ഒരു വിൽപ്പന നോക്കുകയാണെങ്കിൽ 30% AMD ട്രാൻസ്മിഷനുള്ള മോഡലാണ് വിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 2% വേണ്ടി ബലേനോയിൽ CVT നിലനിർത്തേണ്ട AMT ആക്കാമെന്നാണ് കമ്പനി തീരുമാനിച്ചത്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പക്ഷേ അതിനൊരു ന്യായം അവർ പറയുന്നുണ്ട്. അതായത് ആദ്യകാലത്ത് വന്ന AMD ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് വലിയ ലാഗുള്ള ട്രാൻസ്മിഷനായിരുന്നു. അതിനുശേഷം പടിപടിയായിട്ട് ഓരോരോ വാഹനങ്ങൾ വരുമ്പോഴും ആ AMD നന്നാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനിപ്പോൾ പോരാൻ നേരത്ത് മാരുതിയുടെ ഏറ്റവും തലപ്പത്തുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബൈജു ഉപയോഗിക്കുന്ന ഒരു CVT അല്ലേ, അപ്പോൾ AMD ട്രാൻസ്മിഷനുള്ള ബലേനോ തീർച്ചയായിട്ടും നിങ്ങൾ ഓടിച്ച് നോക്കണം, തിരിച്ചു വരുമ്പോൾ ഫീഡ്ബാക്ക് തരണം എന്നാണ് പറഞ്ഞത്. അതായത് AMDയോടൊപ്പം നിൽക്കുന്ന രീതിയിലാണിപ്പോൾ CVTയോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് ഏറ്റവും പുതിയ AMDയും അവർ ഡെവലപ്പ് ചെയ്ത് എത്തിച്ചിരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് അവർ പറഞ്ഞത്. പക്ഷേ എന്നാൽ പോലും ഒരിക്കലും കടലും കടലാടിയും ഒന്നാവുകയില്ലല്ലോ, അല്ലെങ്കിൽ മോരും മുതിരയും ഒന്നാവുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ പോലെ CVTയും AMDയും തീർച്ചയായിട്ടും ഒന്നാകില്ല. കാരണം AMDക്ക് എപ്പോഴും ഒരു ജന്മനാ ഉള്ളൊരു ലാഗുണ്ട്. എന്തായാലും നമുക്കത് ഓടിച്ച് നോക്കാം. പക്ഷേ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഇന്ന് കിടക്കുന്ന നീല വാഹനം എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനുള്ള മോഡലാണ്. അപ്പോൾ അതൊക്കെയാണ് എന്താ പറയേണ്ടത്, ഒരു ഉപരിപ്ലവമായിട്ട് ഈ വാഹനത്തെ പറ്റി പറയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി വളരെ പെട്ടെന്ന് ഈ വാഹനം ഇതിൻ്റെ ഉടമസ്ഥ എടുത്തുകൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ പ്രധാനമായിട്ട് സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. നേരത്തെ പഴയ വാഹനത്തിലുണ്ടായിരുന്ന ഈ ഒരു ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് ഫുൾ LED ഹെഡ്ലാമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടെ ഒപ്പം പിടിച്ചോണം കേട്ടോ. ഫുൾ LED എന്ന് തന്നെയല്ല ഈ കാണുന്ന എലമെൻറ്റ്സ് ഉണ്ടോ, ഇങ്ങനെ കാണുന്ന ഈ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് പോലെ തോന്നിക്കുന്ന ഈ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇനി മുതൽ നെക്സയിലൂടെ വിൽക്കാൻ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും വരും എന്നാണ് ഇന്നലെ കമ്പനിയുടെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ അതൊരു സിഗ്നേച്ചർ എലമെൻ്റായിട്ട് മാരുതിയുടെ വാഹനങ്ങളിൽ ഇനി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വലിയ ഹെഡ്ലാമ്പിൽ നിന്നും നല്ല മനോഹരമായിട്ട് വസ്തു ഇങ്ങനെ ആരംഭിച്ച് മുന്നിലേക്ക് എത്തുന്ന ഈ ഒരു ഹെഡ്ലാമ്പായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. പിന്നെ ഈ ഗ്രില്ലിൻ്റെ കാര്യത്തിൽ ഗ്രില്ലിൻ്റെ വീതി ഒന്ന് കുറഞ്ഞിട്ട് നീളം കൂടി. അപ്പോൾ കുറച്ചുകൂടി ഒരു പ്രസാദാത്മകമായി ചിരിക്കുന്ന മുഖം ആയി എന്നാണ് പറയേണ്ടത്. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു വലിയ ക്രോമിയം സ്ട്രിപ്പ് വന്നു. പിന്നെ താഴേക്ക് വരികയാണെങ്കിലും ഏറ്റവും പുതിയ ഗ്രില്ല് ഒരല്പം വീതി കുറച്ച് നീളം കൂട്ടിയപ്പോൾ താഴെ കാണുന്ന എയർ ഡാം ഏതാണ്ട് അതേ രീതിയിലാക്കി. അതായത് വീതി ഒന്ന് കുറച്ച് നീളം കൂട്ടി. അത് നമുക്ക് 2 വാഹനങ്ങളിലേക്ക് നോക്കുമ്പോൾ വ്യക്തമാണ്. തന്നെയുമല്ല ഫോഗ് ലാമ്പിൻ്റെ ഈ ഒരു ഹൗസിംഗ് ആയാലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്ന് തന്നെയുമല്ല ഫോഗ് ലാമ്പും LED ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ടോപ്പിൻ്റെ മോഡലുകളിലേക്ക് എത്തുമ്പോഴാണ്, അല്ലെങ്കിൽ താഴത്തെ എൻട്രി ലെവൽ മോഡലുകളിൽ ഇതെല്ലാം ഹാലജൻ ബൾബുകളാണ്, ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ LED ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടല്ലോ, ഈ ഒരു ബോണറ്റ് ലൈൻ എന്ന് പറയുന്നത് വളരെ താഴ്ന്ന്, അതായത് ഇവിടെ നമ്മൾ ബോണറ്റ് ഉയർത്തുന്നതെന്ന് പറയുന്നത് ഇങ്ങനെ അറ്റത്തായിരുന്നെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് ഈ ഒരു കാണുന്ന ഭാഗത്തിൻ്റെ പിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഏറ്റവും ആധുനികമായ പല വാഹനങ്ങളിലും അങ്ങനെയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു എതിരാളി എന്ന് വിളിക്കാവുന്ന ഹ്യുണ്ടായി i20 ഇപ്പോൾ അങ്ങനെയാണ്. അത് ഏതാണ്ട് അതേ രീതിയിൽ ഇവിടെയും വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബോണറ്റിൻ്റെ രൂപം മാറിയപ്പോൾ തന്നെ ഈ കാണുന്ന ബോണറ്റിലെ ലൈനുകളുടെ രൂപവും മാറിയിട്ടുണ്ട്. അതും ഈ കാണുന്ന രൂപത്തിൽ നിന്നും വ്യത്യസ്തമായി കുറച്ചുകൂടി വശങ്ങളിലേക്ക് വരികയും കുറച്ചുകൂടി പെർമനൻ്റ് ആയിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ ഇത്രയുമൊക്കെയാണ് മുൻഭാഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ. കുറച്ചൊന്ന് എന്താ പറയേണ്ടത്, ഒന്ന് ഷാർപ്പായൊരു മുൻഭാഗമായിട്ട് മാറിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. എന്തായാലും ബലേനോയുടെ രൂപം എന്ന് പറയുന്നത് അന്നും ഇന്നും ഭംഗിയുള്ള രൂപമാണ്. അതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ളവരൊക്കെ അന്ന് ആകർഷിക്കപ്പെട്ടത്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 6.5 വർഷം മുമ്പ് രാജസ്ഥാനിൽ വെച്ചായിരുന്നു ഈ വാഹനത്തിൻ്റെ ഈ മീഡിയ ഡ്രൈവ് നടന്നത്, ബലേനോയുടെ മീഡിയ ഡ്രൈവ്. അന്ന് ആദ്യമായിട്ട് ഈ വാഹനം കണ്ടപ്പോൾ തന്നെ ഞാൻ ധൃതംഗ പുളകിതനാവുകയും ക്ഷണമാത്രേ അനുരാഗം എന്നൊക്കെ പറഞ്ഞ പോലെ അയ്യോ പട്ടി വരുന്നു എന്ന് പറഞ്ഞ പോലെ അനുരാഗത്തിൽ വീഴുകയും തിരിച്ചു വന്ന ഉടനെ ഞാൻ വാഹനം ബുക്ക് ചെയ്യുകയൊക്കെയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 6 വർഷമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ തുടരുകയാണ്. ഞാൻ വളരെ ഹാപ്പിയുമാണ്. അപ്പോൾ എന്നാലും മുൻഭാഗം ഇങ്ങനെയൊക്കെയാണ്. അപ്പുകോട്ടെ ഇതിന് മാറി നിൽക്കുന്ന ബുദ്ധിയായിരിക്കും. പുറകിൽ നിന്നൊരു ബലേനോ പറന്നു വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ തൊട്ട് ഈ കാണുന്ന വെർണ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്താണ്. ഇവിടെ ഇപ്പോൾ സ്ലാവിയയുടെ മീഡിയ ഡ്രൈവ് നടക്കുന്നു, അതോടൊപ്പം തന്നെ ബലേനോയുടെ മീഡിയ ഡ്രൈവ് നടക്കുന്നു. അപ്പോൾ 2 കൂട്ടരും ഇവിടെ ഇട്ട് അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും വിശാലമായ ഒരു റോഡാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഏത് നിമിഷം അപ്പുകുട്ടൻ വണ്ടി ഇടിച്ച് മരിക്കാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഉണ്ട്. കാരണം അപ്പുകുട്ടൻ പുറം തിരിഞ്ഞുകൊണ്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി വശക്കാഴ്ചയിലേക്ക് പോകാം, വരൂ. പഴയ ബലേനോയുടെ വശക്കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇത് നമുക്ക് പുതിയ ബലേനയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പുതിയ ബലേനയിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളിൽ ഈ കാണുന്ന വലിയൊരു ഷോൾഡർ വന്നു എന്നുള്ളതാണ്. കണ്ടോ, വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഷോൾഡർ വന്നു. അവിടെ അത് ഉണ്ടായിരുന്നില്ല. ഇത് വന്നപ്പോൾ തന്നെ കുറേ കൂടി ബോൾഡായിട്ട് മാറിയിട്ടുണ്ട് വാഹനത്തിൻ്റെ ഡിസൈൻ. എന്ന് തന്നെ വല്ല സുരക്ഷയുടെ കാര്യത്തിലായാലും ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹൈ ടെൻസിൽ സ്റ്റീലിൻ്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. 57% ഹൈ ടെൻസിൽ സ്റ്റീലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ തന്നെ എന്തോ 25% മറ്റോ അൾട്രാ ഹൈ ടെൻസിൽ സ്റ്റീലാണ് ഇപ്പോൾ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ
ഇതിൻ്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ എല്ലാം ഘടകങ്ങളെല്ലാം കൂടുതൽ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 60 കിലോഗ്രാം ഭാരം കൂടിയിരിക്കുന്നത്. പിന്നെ 6 എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒക്കെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ബോഡിയിൽ കാര്യമായ രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. എന്തായാലും അലോയ് വീൽ ഭംഗിയായിട്ടുണ്ട്. 16 ഇഞ്ച് വീലാണ് കൊടുത്തിരിക്കുന്നത്. സൈഡ് വ്യൂ മിറേഴ്സൊക്കെ ബോഡി കളേർഡ് തന്നെയാണ്. അതിൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ ഭംഗിയുള്ള ഒരു വിൻഡോ ലൈനുണ്ട്. കൂടാതെ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത് ക്രോം ഫിനിഷിലാണ്. താഴെയൊന്നും വേറെ അങ്ങനെ കാര്യമായ രീതിയിലുള്ള വ്യത്യാസങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് അവിടെയൊന്നും ക്ലാഡിങ്ങോ അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. റണ്ണിങ് ബോർഡിൻ്റെ മുകളിലായിട്ട് ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ലൈൻ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും ഇവിടെ നിന്ന് ആരംഭിക്കുന്ന വളരെ ചെറിയ രീതിയിൽ ആരംഭിക്കുന്ന ലൈനാണ് ഇവിടുന്ന് വന്ന് ഇത്രയും വലിയൊരു ഷോൾഡർ ലൈനായിട്ട് മാറുന്നത്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനി വശക്കാഴ്ച നോക്കുമ്പോൾ തള്ളി നിൽക്കുന്ന ഈ ഒരു LED ടെയിൽ ലാമ്പ് കാണാം. അതും ആ വാഹനത്തിലേക്ക് നോക്കുമ്പോൾ അത്രയും ഒരു പ്രൊജക്ഷൻ അതിന് കിട്ടിയിട്ടില്ല. അപ്പോൾ ആ കാര്യത്തിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പിൻഭാഗത്തേക്ക് വരാം. പിൻഭാഗത്ത് ഏറ്റവും മനോഹരമായ കാര്യം ഈ കാണുന്ന LED ടെയിൽ ലാമ്പ് തന്നെയാണ്. അതിൽ നിങ്ങൾക്ക് ഈ 3 എലമെൻറ്റ്സ് കാണാം. ഇതും മുൻഭാഗത്ത് നമ്മൾ ഹെഡ് ലാമ്പിൽ കണ്ടതുപോലെ തന്നെയാണ്. ഇത് തന്നെയാണ് ഇനിയിപ്പോൾ നെക്സയിൽ വരാൻ പോകുന്ന വാഹനങ്ങളെല്ലാം ആവർത്തിക്കാൻ പോകുന്ന ടെയിൽ ലാമ്പ് ഡിസൈനും. അതിലും കാണും ഇതുപോലെ 3 എലമെൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ വളരെ വലിയൊരു ക്രോം പ്ലേറ്റ് കാണാം. അത് ഭംഗിയായിട്ടുണ്ട്. പിന്നെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും ഈ താഴെ കാണുന്ന ബമ്പറിൻ്റെ ഭാഗമൊക്കെ പാടെ മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവിടെ കൂടെ നോക്കിയിട്ട് വരാം. അപ്പോൾ കൂട്ടാ ബമ്പറിൻ്റെ രൂപം നിങ്ങൾക്ക് ഇതിൽ കാണാം. വളരെ വലിയ, അതായത് ഒറ്റ യൂണിറ്റായിട്ടുള്ള വലിയ ബമ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് താഴെ ഇവിടെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കട്ടുകളും ക്രീസുകളും വന്നു. ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഈ ഒരു റിഫ്ലക്ടർ ഇപ്പോൾ ഇല്ല. പിന്നെ പ്രധാന മാറ്റം ഈ കാണുന്ന ടെയിൽ ലാമ്പ് തന്നെയാണ്. ടെയിൽ ലാമ്പ് എത്രത്തോളം ഭംഗിയായിട്ടുണ്ട് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വ്യക്തമാകും. അതുപോലെ തന്നെ ബൂട്ട് ലിഡിൻ്റെ രൂപത്തിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഈവൻ ബലേനോ എന്നുള്ള എഴുതിയിരിക്കുന്ന ഫോണ്ടുകളിൽ പോലും മാറ്റം സംഭവിച്ചു. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്നലെ പലരും ചോദിച്ചു മാരുതി ഒഫീഷ്യൽസിനോട് എന്താണ് ഈ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന എന്ന് പറയുന്നത് കൊണ്ടുവരാത്തത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങളെല്ലാം ഷാർക്ക് ഫിൻ ആൻറ്റിനയാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് അവരുടെ ഡിസൈൻ രീതി വെച്ച് നോക്കുമ്പോൾ ഈ വാഹനത്തിന് ചേരുന്നത് ഇങ്ങനെ എലിവാല് പോലെ നിൽക്കുന്ന ഈ ഒരു ആൻറ്റിനയാണെന്നുള്ള കാര്യമാണ്. എന്തായാലും കുഴപ്പമില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഷാർക്ക് ഫിനൊക്കെ ഇപ്പോഴത്തെ ഒരു ഫാഷൻ ആണല്ലോ. അപ്പോൾ റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് മാനുവൽ മോഡലിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് വ്യത്യാസങ്ങൾ. എന്തായാലും ബൂട്ടിലൊന്നും യാതൊരു വ്യത്യാസം സംഭവിച്ചിട്ടില്ല. തരക്കേടില്ലാത്ത ബൂട്ട് സ്പേസ് എന്നാണ് പറയേണ്ടത്. കുടുംബങ്ങൾക്ക് ഏതായാലും മോശമൊന്നുമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. നമ്മളും കുറേ യാത്ര ചെയ്തിട്ടും ആവശ്യമുള്ള ലഗേജൊക്കെ കയറുന്ന ഒരു ബൂട്ടായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമൊക്കെയാണ്. എന്തായാലും വളരെ എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. കാരണം ഈ വാഹനം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതിന് ആരാണെന്ന് അറിഞ്ഞുകൂടെ. എന്തായാലും അവരോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നു. അപ്പോൾ 2 വാഹനങ്ങളും കാണുമ്പോൾ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് പഴയതായിട്ട് നമുക്ക് തോന്നുന്നു. കാരണം വളരെ ഷാർപ്പായ ബോഡി ലൈനുകളും വളരെ ഷാർപ്പായ ഹെഡ്ലൈറ്റും ടെയിൽ ലാമ്പും എല്ലാം വന്നതോടുകൂടി ഏറ്റവും ആധുനികമായൊരു മുഖം ബലേനോയ്ക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇൻറ്റീരിയറിൽ പാടെ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. പഴയ ബലേനോ കണ്ടവർക്ക് ഉൾഭാഗത്ത് ഡാഷ്ബോർഡൊക്കെ കാണുമ്പോഴേക്കും എന്തൊരു മാറ്റം എന്ന് പറയേണ്ടി വരും. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തതെന്ന് നമുക്ക് തോന്നിപ്പോകും. ഇപ്പോൾ എൻ്റെ പഴയ ബലേനോ കാണുമ്പോൾ, എൻ്റെ പഴയ ബലേനോ ഞാൻ വാങ്ങിക്കുമ്പോൾ അതിൽ CVT ട്രാൻസ്മിഷൻ ഉണ്ടെങ്കിലും ആ കാലത്ത് സെക്കൻഡ് വേരിയൻറ്റിൽ മാത്രമേ CVT ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നഷ്ടമാവുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ പക്ഷേ അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. തന്നെയുമല്ല പുതിയ പല മാറ്റങ്ങൾക്കും വേദിയായിട്ടുണ്ട് ഏറ്റവും പുതിയ ബലേനോ എന്ന് പറയാതിരിക്കാനാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഇവിടെ നോക്കിയാൽ കാണാം. ഈ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഭാഗം പാടെ മാറിയിട്ടുണ്ട്. ഇതിന് ഈ ടോഗിൾ സ്വിച്ച് വന്നിരിക്കുകയാണിപ്പോൾ. അത് ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിലും ഫാനിൻ്റെ കാര്യത്തിലും ടോഗിൾ സ്വിച്ച്, അതിന് താഴെയുള്ള സ്വിച്ചുകളായാലും കൺട്രോൾ സ്വിച്ചുകളെല്ലാം വളരെ എളുപ്പത്തിൽ ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. അത് ഭംഗിയായിട്ടുണ്ട്. ഈ ഒരു ഭാഗം, ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു ഭാഗം. പിന്നെ കാണുന്ന വലിയൊരു ടച്ച് സ്ക്രീൻ തന്നെയാണ്. അത് ഒട്ടും തന്നെ നമുക്ക് അലോസരം ഉണ്ടാകാത്ത രീതിയിൽ ഒരു വലിയ ടാബ്ലറ്റ് പോലെ അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൽ മാരുതിയുടെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നു. മാരുതി 2 കാര്യത്തിലാണ് ജനങ്ങൾ പലപ്പോഴും പരാതി പറഞ്ഞിരുന്നത്. മാരുതിയുടെ കാര്യത്തിൽ ഒന്ന് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വളരെ കുറവാണെന്നുള്ള കാര്യം, 2 കുറച്ച് സേഫ്റ്റി പ്രശ്നങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇത്തവണ ഈ വാഹനം വന്നപ്പോൾ സേഫ്റ്റിയും കണക്ടിവിറ്റിയും അങ്ങേയറ്റം കൂട്ടിയിട്ടുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാവുന്നത് ആവറേജ് 8.8 km/ലിറ്റർ നമുക്ക് കിട്ടിയത്. റേഞ്ച് കാണിക്കുന്നു. പിന്നെ ഇവിടെ കണക്ടിവിറ്റിയുടെ ഫീച്ചേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ പ്ലീസ് കണക്ട് യുവർ സ്മാർട്ട് ഫോൺ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും ഒക്കെ നമുക്ക് ഇതുപോലെ ഈ USB
പോർട്ട് വഴിയാണ് കണക്ട് ചെയ്യേണ്ടത്. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഏറെ താമസിയാതെ ഇതിൽ അപ്ഡേറ്റഡ് ആകുമെന്നാണ് കമ്പനി പറഞ്ഞത്. പിന്നെ ഉള്ളത് മറ്റ് പല വാഹനങ്ങളും നമ്മൾ കാണുന്ന പോലെ ജിയോ ഫെൻസിങ്, അതുപോലെ തന്നെ വാലെ പാർക്കിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സ്കോഡ സ്ലാവിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ വാഹനം മറ്റൊരാൾ ഓടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അയാൾ ഈ വാഹനത്തിൽ എന്തൊക്കെ പണി ഒപ്പിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാവുന്ന വാലെ പാർക്കിംഗ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ആർക്കമിസിൻ്റെ ഗംഭീരമായൊരു മ്യൂസിക് സിസ്റ്റം, അതൊക്കെ മാരുതിയെ സംബന്ധിച്ച് വലിയ സംഭവം തന്നെയാണ്. കാരണം ടാറ്റ ഉൾപ്പെടെയുള്ള കമ്പനികൾ മ്യൂസിക് സിസ്റ്റത്തിൽ പല കളികളും കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ അതാ ഏറ്റവും മികച്ചൊരു മ്യൂസിക് സിസ്റ്റം മാരുതിയിലും വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതെല്ലാം ഉൾച്ചേർത്തിരിക്കുന്ന മനോഹരമായ ഒരു സ്ക്രീനാണ് നമ്മുടെ കാണുന്നത്. പിന്നെ പല ലെയറുള്ള ഡാഷ്ബോർഡ്, ഇവിടെ ഒരു ടെക്സ്റ്റൈഡ് ആയിട്ടുള്ള ബ്ലാക്ക്, ഇവിടെ ഒരു വളരെ ഫിനിഷിംഗ് ഉള്ള വളരെ ഷൈനി ആയിട്ടുള്ള ഒരു വൈറ്റ് ഫിനിഷ്, ഇവിടെ ഒരു ബ്ലൂ ഫിനിഷ്, ഇവിടെ ബ്ലാക്ക് ഫിനിഷ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ബ്ലൂ ഫിനിഷ് എനിക്ക് വളരെ ഇഷ്ടമായി. അതുപോലെ തന്നെ മറ്റ് മാറ്റം വന്നിരിക്കുന്നത് സീറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മാറ്റമൊന്നും വന്നെന്ന് തോന്നില്ലെങ്കിൽ പോലും സീറ്റ് പാടെ മാറിയിരിക്കുകയാണ്. ഏറ്റവും പുതിയ സീറ്റ് തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഈ കാണുന്ന പോലെ ഈ രണ്ട് സൈഡിലും കാണുന്ന ഈ ഒരു വലിയ തടിയിച്ച ഭാഗം എന്ന് പറയുന്ന ബോൾസ്റ്റേഴ്സ് വളരെ സുഖമായിട്ട് നിങ്ങളിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സീറ്റ് മാറ്റിയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ 6 എയർ ബാഗ്സ് വന്നിട്ടുണ്ട്. 6 എയർ ബാഗ്സ് കർട്ടൻ എയർ ബാഗ് ഉൾപ്പെടെയുള്ള വന്നപ്പോൾ അതിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സാങ്കേതികമായ സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് സീറ്റിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നല്ല കുഷനിങ് ഉള്ള സീറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്റ്റോറേജ് സ്പേസ് നോക്കുകയാണെങ്കിൽ 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കാണാം. ഇവിടെ മൊബൈൽ ഫോൺ വയ്ക്കാവുന്നൊരു ഭാഗം, ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജറുണ്ട്, ഇവിടെ USB പോർട്ട് വന്നിരിക്കുന്നു. പിന്നെ ഗ്ലോ ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പഴയ പോലൊക്കെ തന്നെ, വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. ഡോർ പാഡാണെങ്കിൽ ബോട്ടിലുകൾ വയ്ക്കാം, മറ്റു ചെറിയ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാം. മനോഹരമായ ഒരു ആംബ്രസ്റ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴെയായിട്ട് സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് വരാം. സ്റ്റിയറിംഗ് വീലും പാടെ മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സ്വിഫ്റ്റിലുള്ള സ്റ്റിയറിംഗ് വീലാണിതെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതിൽ ഗ്ലോസി ഡാർക്ക് എന്താ പറയുക ഒരു ആഷ് ഫിനിഷുള്ള ഭാഗവും വന്നിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് സൗണ്ടിൻ്റെ കൺട്രോളുകളാണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രൂയിസ് കൺട്രോളിൻ്റെ സെറ്റിങ്സാണ്. പിന്നെ മീറ്റർ കൺസോളിലേക്ക് വരികയാണെങ്കിലും വളരെ വലിയ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. നടുവിൽ ധാരാളം ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു. ആ ഇൻഫർമേഷൻസ് കുറേയൊക്കെ നമുക്ക് ഈ സ്ക്രീനിലും കാണാം, എങ്കിലും ഇതിലും കാര്യമായ രീതിയിൽ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ള വ്യക്തതയുള്ള മീറ്ററുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നടുവിൽ കൊടുത്തിരിക്കുന്ന TFT സ്ക്രീനാണെങ്കിലും വളരെ വ്യക്തതയുള്ള ഫോണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു മാറ്റം, പ്രധാനപ്പെട്ട മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ഒരു ചേട്ടൻ ഇപ്പോൾ അങ്ങനെ പൊങ്ങി വരും. ആ ചേട്ടനാണ് ഈ വാഹനത്തിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത്. അത് ഹെഡ് അപ്പ് ഡിസ്പ്ലേ ആണ്. അതിൽ പല കാര്യങ്ങൾ നമുക്ക് കാണാം. അതായത് ഇപ്പോൾ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഡോർ ഓപ്പൺ ആണെന്നുള്ള സൈനാണ് അതിൽ കാണുന്നത്. അത് കഴിഞ്ഞാൽ വാഹനം ഓടിത്തുടങ്ങുമ്പോൾ സ്പീഡോമീറ്റർ അതിൽ കാണാം. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ടു MT പോലുള്ള കാര്യങ്ങൾ, അങ്ങനെ പല ഇൻഫർമേഷൻസും കാണാം, സമയം കാണാം. ആ മാറ്റങ്ങളൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമുക്കത് ആവശ്യമില്ലെങ്കിൽ ഒന്ന് ഞെക്കിയാൽ അദ്ദേഹം അകത്തേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ശല്യക്കാരനായിട്ടൊന്നും അവിടെ നിലനിൽക്കുകയില്ല, വേണ്ടെങ്കിൽ വേണ്ട. പിന്നെ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് 360 ഡിഗ്രി ക്യാമറ വന്നു എന്നുള്ളതാണ്. അതൊക്കെ മാരുതിയുടെ കാര്യത്തിൽ മറ്റൊരു വലിയ പുതുമയാണെന്ന് പറയാം. അതിനായിട്ട് സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ താഴെ പോലും ക്യാമറകൾ കൊടുത്തിട്ടുണ്ട്. വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന 360 ഡിഗ്രി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്വിച്ച് നമുക്ക് ഇവിടെ കാണാം. ഈ സ്വിച്ചാണ് ക്യാമറയുടെ സ്വിച്ച്. അതിന് മുകളിൽ കാണുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേയുടെ സ്വിച്ചാണ്. ഇത് ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ച്. അങ്ങനെ ചില സ്വിച്ചുകൾ അവിടെ കാണാം റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ. ബാക്കിയെല്ലാം ഡെമ്മി സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ സ്വിച്ചുകളുടെ ധാരാളിത്തം നമുക്ക് ഇവിടെ കാണാം. പക്ഷേ അതിൽ അധികവും പ്രവർത്തന യോഗ്യമല്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മാനുവൽ ഗിയർ ബോക്സുള്ള വാഹനമാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള ഗിയർ ലിവറാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായ സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല. ആംബ്രസ്റ്റിൻ്റെ താഴെ വളരെ ചെറിയ സ്റ്റോറേജ് സ്പേസ്, അതൊക്കെ പഴയ ബെലോനയിൽ അതേപടിയൊക്കെ തന്നെയാണ് നമുക്കിതിലും കാണാവുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ്. സ്പേസിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 5 mm ആണ് കുറഞ്ഞത്. പക്ഷേ അത് ഇൻറ്റീരിയറിലേക്കല്ല വന്നിരിക്കുന്നത്. ബാക്കിയുള്ള പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചില കാര്യങ്ങളിൽ കട്ട് ചെയ്ത് 5 mm കുറഞ്ഞത് മാത്രമല്ല, അതൊന്നും ഒരു ദൈവം തമ്പുരാൻ വിചാരിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കുറവാണ് എന്ന് മാത്രം ദൈവത്തിന് മനസ്സിലാകും കേട്ടോ. ഞാൻ വെറുതെ പറയാം, ദൈവത്തിന് മാത്രം മനസ്സിലാകുന്ന കുറവാണ് 5 mm കുറഞ്ഞു എന്നുള്ള കാര്യം. അപ്പോൾ നമുക്കിനി പിൻഭാഗത്ത് നിന്നിട്ട് നോക്കാം. പിൻഭാഗത്തും പ്രധാനമായിട്ടും എനിക്കല്ലല്ലോ, സീറ്റിന് സംഭവിച്ചിരുന്ന മാറ്റമാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഈ കാണുന്ന വളരെ മികച്ച തൈ സപ്പോർട്ടുള്ള കുഷനിങ് വന്നു എന്നുള്ളതാണ്. സുഖമായിട്ട് ചാരി ഇരുന്ന് പോകാവുന്ന ഒരു സീറ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം 3 പേർക്ക് സുഖമായിരിക്കാം. ഇന്ത്യയിലെ കുടുംബങ്ങളിൽ 5 പേര് മിനിമം ഉണ്ടാവും എന്നുള്ള മാരുതിയുടെ കോൺസെപ്റ്റ് കാരണമായിരിക്കാം ആംബ്രസ്റ്റ് ഒന്നുമില്ല. 3 പേര് ബാക്കി ഇരുന്നോണം. അത് കമ്പനി തീരുമാനിച്ചിരിക്കുകയാണ് അങ്ങനെ. പിൻഭാഗത്തേക്ക് AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത് പുതുമയാണ്, പഴയ മോഡലിൽ ഉണ്ടായിരുന്നില്ല. ഇവിടെയും കണക്ടിവിറ്റി അല്ലല്ലോ, ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു 2 എണ്ണം.
അതും വളരെ നല്ലൊരു കാര്യമാണ്. പിൻഭാഗത്തിരിക്കുന്നവർക്കും മൊബൈലൊക്കെ ചാർജ് ചെയ്ത് പോകാം. ഡോർ പാഡിൽ ഒരു വലിയ കുപ്പിയും മറ്റു ചില കുഞ്ഞു കുഞ്ഞു കുപ്പികളും വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ് ഉണ്ട്. ബാക്കി കാര്യങ്ങളിൽ വലിയ മാറ്റവും സംഭവിച്ചിട്ടില്ല. വിൻഡോയിലും ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തിയിരിക്കുന്നു. എന്തായാലും വളരെ സുഖപ്രദമായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ സീറ്റ് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായിട്ടും പറയേണ്ട കാര്യം. ഒന്നുമില്ല. ഞാൻ വെച്ചിട്ട് തള്ളി വരുന്ന വല്ല എന്തെങ്കിലും കപ്പ് ഹോൾഡർ മറ്റും ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഒരു മാഗസിൻ ഹോൾഡർ കൂടെ ഉണ്ടെന്ന് പറയാം. മറ്റ് മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പിൻഭാഗത്തെയും കാര്യങ്ങൾ. എന്തായാലും എന്താ പറയുക, ഉൾഭാഗം കുറേ കൂടി മനോഹരമായിട്ടുണ്ട്, കുറച്ചുകൂടി പ്രൗഢമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ ആധുനികമായൊരു വാഹനത്തിന് മുൻഭാഗത്തേക്ക് നോക്കുന്ന ഫീല് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ ബലേനോ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു അനുഭവമാണ് പുതിയ ബലേനോയുടെ ഉള്ളിൽ കയറുക എന്നുള്ളത്. പുതിയ ബലേനോയിൽ നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള മോഡലാണ്. AMD ഗിയർ ബോക്സ് ഉള്ള മോഡൽ ഞാൻ ഓടിച്ചു കഴിഞ്ഞു. അത് പഴയ AMDയിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അതായത് തീർച്ചയായിട്ടും AMDയുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരോ പുതിയ വാഹനങ്ങളിലെ AMD വരുമ്പോഴും അതിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും CVTയുടെ അടുത്തൊന്നും എത്താൻ പറ്റില്ലെങ്കിൽ പോലും ലാഗിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയൊരു മാറ്റം, ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. എങ്കിൽ പോലും AMD തന്നെയാണ്. തീർച്ചയായിട്ടും ബലേനോയിലെ CVT മിസ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തന്നെയുമല്ല, ഈ വാഹനം പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യുന്ന ഒരു മോഡലെന്ന് വിളിക്കാവുന്ന ഹോണ്ടയുടെ ജാസിലൊക്കെ CVT ആണുള്ളത്. അപ്പോൾ CVT ഉള്ള ഒരു മോഡൽ കൂടി ആകാമായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൻ്റെ അതിപ്പോൾ ഈ 2% വാഹനങ്ങൾ മാത്രമേ CVT ഉള്ളത് വിറ്റിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് മാരുതി എപ്പോഴും ഒരല്പം വില കുറച്ച് വാഹനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് ഇപ്പോൾ ഇതിൽ ധാരാളം സേഫ്റ്റി ഫീച്ചേഴ്സും അതുപോലെ തന്നെ ധാരാളം കണക്ടിവിറ്റി ഫീച്ചേഴ്സും വന്ന സാഹചര്യത്തിൽ CVT കൂടെ ഉണ്ടെങ്കിൽ വില അങ്ങ് കുതിച്ച് കയറും എന്നുള്ളതാണ്. CVT ഗിയർ ബോക്സ് പൂർണ്ണമായും ഇറക്കുമതി ചെയ്ത് വരുന്ന ഒരു ഗിയർ ബോക്സാണ്. അപ്പോൾ ആ ഒരു വില പിടിച്ചു നിർത്താൻ വേണ്ടിയായിരിക്കാം ഈ AMTയിലേക്ക്, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AMTയിലേക്ക് മാറ്റിയത്. എന്തായാലും ഒരു വലിയ മിസ് തന്നെയാണ്. ഇപ്പോൾ എന്നെപ്പോലെ ബലേനോ CVT ഓടിച്ച് ശീലിച്ചവർക്കൊക്കെ AMT ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഒരു ശീലമാകാൻ കുറച്ച് സമയമെടുക്കുമെന്നേ ഉള്ളൂ. ഒരു പക്ഷേ ശീലമായി കഴിയുമ്പോൾ വലിയ പ്രശ്നം തോന്നില്ലായിരിക്കാം. എന്തായാലും ബലേനോയുടെ ഡ്രൈവിംഗ് ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒട്ടും മോശമല്ലായിരുന്നു. നല്ല ഓടിക്കാൻ രസമുള്ളൊരു വാഹനം തന്നെയായിരുന്നു. ഇപ്പോൾ അത്തരം ക്യാരക്ടേഴ്സൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ മൊത്തത്തിൽ ഇപ്പോൾ എൻജിനായാലും സസ്പെൻഷനായാലും എല്ലാ കാര്യങ്ങളും റീട്യൂൺ ചെയ്തിട്ടുണ്ട്. കാരണം ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ടോട്ടലി ന്യൂ ആണ്. അതുപോലെ തന്നെ ഷീറ്റ് മെറ്റലെല്ലാം പുതിയതാണ്. പക്ഷേ ഈ രൂപം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള രൂപമായതുകൊണ്ട് ആ രൂപം മാറ്റണ്ട എന്ന് വിചാരിച്ച് ഈ രൂപം നിലനിർത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തെ സംബന്ധിച്ച് പുതിയതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പ്ലാറ്റ്ഫോം ആയാലും സസ്പെൻഷൻ ആയാലും എൻജിൻ്റെ പല ഘടകങ്ങളായാലും ഒക്കെ പുതിയതാണ്. അങ്ങനെ കുറേ കൂടി റിഫൈൻഡാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ആ റിഫൈൻമെൻറ്റ് ബോധ്യപ്പെടും. അതിന് മറ്റൊരു കാര്യം കൂടെ. ഇതിൻ്റെ ഒരു കോഎഫിഷ്യൻ ഡ്രാഗ് എന്ന് പറയുന്നത് 6% മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് എയറോഡൈനാമികത എന്ന് നമ്മൾ പറയുന്ന സംഭവം വർദ്ധിച്ചിട്ടുണ്ട്. ആ രീതിയിലാണ് ഏറ്റവും പുതിയ ഈ ബോഡി ലൈനുകളായാലും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ വാഹനം പുതിയ മോഡൽ വരുന്ന മാസം പോലും 15,000 യൂണിറ്റൊക്കെയാണ് ബലേനോ ഒരു പ്രതിമാസം വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി പൂർണ്ണമായിട്ടും ഡിസൈൻ മാറ്റം വരുത്തി കൊണ്ടുവരേണ്ട എന്ന് കമ്പനി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡിസൈനിൽ തുടരുന്നത്. അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമും ഷീറ്റ് മെറ്റൽ അടക്കം മാറ്റിയ സാഹചര്യത്തിൽ വേണമെങ്കിൽ പുതിയ രൂപത്തിൽ കൊണ്ടുവരാമായിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ 57% മാർക്കറ്റ് ഷെയർ ഉള്ളൊരു വാഹനത്തെ സംബന്ധിച്ച് ഇത് തുടരുന്നത് തന്നെയാണ് നല്ലതെന്ന് മാരുതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും പഴയ ബലേനോ ഓടിച്ച് ശീലിച്ച ഒരാളെ സംബന്ധിച്ച് പുതിയതിലേക്ക് കയറുമ്പോൾ ഒരു ടോട്ടലി ന്യൂ വാഹനമാണെന്ന് തന്നെ തോന്നും. അങ്ങനെ ഉൾഭാഗത്ത് കയറുമ്പോൾ പ്രധാനമായിട്ടും തോന്നാൻ കാര്യം ഈ ഒരു വലിയ ടച്ച് സ്ക്രീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ റിവേഴ്സ് ക്യാമറ, അതുപോലെ 360 ഡിഗ്രി ക്യാമറ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തെ വളരെ ആധുനികമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കാൻ സഹായിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ സീറ്റിംഗ് പൊസിഷനായാലും അതിൻ്റെ വിസിബിലിറ്റി ആയാലും എല്ലാം അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് ബലേനോ. അതെല്ലാം നിലനിർത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഏറ്റവും പുതിയ ബലേനോ വന്നപ്പോൾ എൻജിൻ്റെ കാര്യത്തിൽ എൻജിൻ പവർ, ടോർക്ക് തുടങ്ങിയ കാര്യങ്ങളൊന്നും മാറ്റമില്ല. പക്ഷേ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്യാരക്ടർ ഒന്ന് മാറിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ 1.2 ലിറ്റർ എൻജിനാണ്, 4 സിലിണ്ടർ എൻജിനാണ്, 89 bhp എൻജിനാണിത്. 6000 RPM മാക്സിമം പവർ ലഭിക്കുന്നത്.
113 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. അത് 4400 RPM-ലും ലഭിക്കുന്നു. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെ സീരീസ് ഡ്യുവൽ VVT എഞ്ചിനാണിത്. അതാണ് ഏറ്റവും പുതിയ ന്യൂ ഏജ് ബലേനോയിൽ വന്നിരിക്കുന്നത്. അതുപോലെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ അല്പനേരം വാഹനം നിർത്തിയിടുകയാണെങ്കിൽ എഞ്ചിൻ ഓഫ് ആകുന്ന ആ സിസ്റ്റമാണിത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചിരിക്കുന്നത് ഫ്യൂവൽ എഫിഷ്യൻസി കൂടി എന്നുള്ള കാര്യമാണ്. മാനുവൽ ട്രാൻസ്മിഷനിൽ 22.35 km/ലിറ്ററാണ് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. അതുപോലെ AMT അഥവാ AGS വേരിയൻറ്റിന് 22.94 km/ലിറ്ററുമുണ്ട്. ഇതിലാണ് വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്ന പോലെ ഓട്ടോമാറ്റിക് വേരിയൻറ്റ് CVT ആയിരുന്നപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു 22 km മൈലേജ് ഒന്നും പ്രതീക്ഷിക്കാനാവില്ലായിരുന്നു. പിന്നെ 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ട്രാൻസ്മിഷനും AMTയുമാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡ്രൈവിംഗ് ക്യാരക്ടേഴ്സിനെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം വലിയ വ്യത്യാസമൊന്നും അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല. പക്ഷേ സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിലും അതുപോലെ തന്നെ സസ്പെൻഷനിലും ഒക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ കൊണ്ട് മൊത്തത്തിൽ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് രീതികളിൽ മാറ്റം വന്നിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. വളരെ സോളിഡായിട്ടുള്ള വളരെ ടഫായിട്ടുള്ളൊരു വാഹനം ഓടിക്കുന്ന ഫീൽ ഇപ്പോൾ ഏറ്റവും പുതിയ ബലേനോ തരുന്നുണ്ട്. സസ്പെൻഷനാണ് അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 60 കിലോഗ്രാം ഭാരം കൂടിയിട്ടുണ്ട്. അതുമൊക്കെ നമുക്കൊന്ന് ഫീൽ ചെയ്യുന്ന തരത്തിൽ ഈ വാഹനത്തിൻ്റെ പല ക്യാരക്ടേഴ്സിലും അനുഭവപ്പെടുന്നുമുണ്ട്. ഇനിയിപ്പോൾ നോക്കേണ്ടത് സേഫ്റ്റിയുടെ കാര്യമാണ്. ഇതിൻ്റെ എൻട്രി ലെവൽ മോഡലിൽ തന്നെ 2 എയർ ബാഗുകളുണ്ട്. അതുപോലെ ABS ഉണ്ട്, EBD ഉണ്ട്. മേലോട്ട് പോകുന്നതോറും എയർ ബാഗുകളുടെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നു എന്ന് പറയാം. അങ്ങനെ ടോപ്പ് എൻഡ് മോഡലിൽ എത്തുമ്പോൾ 6 എയർ ബാഗുകളാണ്. അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും സൈഡ് എയർ ബാഗും കർട്ടൺ എയർ ബാഗും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ESP ഉണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഉണ്ട്. ഇത്തരം 2 കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ABS EBDയും തീർച്ചയായിട്ടും അതിൻ്റെ കൂടെയുണ്ട്. പിന്നെ ഹൈ സ്പീഡ് അലേർട്ട്, പാർക്കിംഗ് സെൻസേഴ്സ്, അതെല്ലാം ഏറ്റവും എൻട്രി ലെവൽ മോഡലിൽ പോലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും ഇത്രയും വലിയ ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും ഒക്കെ ഉള്ളൊരു വാഹനം ഓടിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ബലേനോ ആണെന്ന് തോന്നുകയില്ല. ബലേനോ നല്ല മാരുതിയുടെ ഒരു വാഹനവുമാണെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇനി വരാൻ പോകുന്ന മാരുതിയുടെ മോഡലുകളുടെ ഒരു തുടക്കം ഇതിലാണെന്ന് പറയാം. അതായത് ഇത്തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഈ കിയ പോലുള്ള വാഹന നിർമ്മാതാക്കൾ നമ്മളെ കാണിച്ച് ഞെട്ടിച്ചുകൊണ്ടിരുന്ന ഹെഡ് അപ്പ് ഡിസ്പ്ലേ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇനി മാരുതിയുടെ വാഹനങ്ങളിൽ വ്യാപകമായിട്ട് പ്രത്യക്ഷപ്പെടുമെന്ന് ഉറപ്പിക്കാം ഏറ്റവും പുതിയ ബലേനോ കാണുമ്പോൾ. അത്തരത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്വാഗതാർഹമായ മാറ്റങ്ങളാണ്. അപ്പോൾ ഇനി മാരുതിയുടെ മറ്റ് പല പ്രശ്നങ്ങളും ജനങ്ങൾ പറഞ്ഞിരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു മാരുതിയുടെ സേഫ്റ്റിയെ പറ്റിയും മറ്റും. പക്ഷേ അതൊക്കെ ഇപ്പോൾ പുതിയ ബലേനോ വന്നപ്പോൾ നമുക്ക് മാറ്റി പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഏറ്റവും പുതിയ മാരുതി ബലേനോയുടെ വിലയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വില ഞാൻ നോക്കി വായിക്കുന്നതായിരിക്കും. അപ്പോൾ 4 വേരിയൻസ് ആണ് ഏറ്റവും പുതിയ ബലേനോയ്ക്കുള്ളത്. അതായത് 4 വേരിയൻസ് ഉള്ളത് മാനുവൽ മോഡലിലാണ്. മാനുവൽ മോഡലിൻ്റെ വില ആരംഭിക്കുന്നത് 635-ലാണ്. അടുത്തത് 719, 89, 899. അതായത് 9 ലക്ഷം രൂപയിൽ മാനുവലിൻ്റെ ടോപ്പ് എൻഡ് മോഡലിൻ്റെ വില, എക്സ്ഷോറൂം വില. അതായത് നമ്മൾ ഇന്നിപ്പോൾ ഓടിച്ച ഈ ഒരു മോഡലിന് 9 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം വില. ഇനിയിപ്പോൾ നമ്മൾ AGS അഥവാ ഓട്ടോമാറ്റിക് അഥവാ AMT മോഡലിലേക്ക് പോവുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റിൽ AMT ഇല്ല. അന്ന് എന്നോട് കാണിച്ച ചതി ഏതായാലും മാരുതി ഇപ്പോൾ കാണിച്ചില്ല. അതായത് ടോപ്പ് എൻഡ് മോഡലിൽ AGS കൊടുത്തിട്ടുണ്ട്. അന്ന് CVTയിൽ ടോപ്പ് എൻഡിൽ ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വില ആരംഭിക്കുന്ന 769-ലാണ്. അടുത്ത വേരിയൻറ്റ് 859. തൊട്ടടുത്ത ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ എന്ന് പറയുന്നത് 9,49,000 രൂപ. അതായത് 9.5 ലക്ഷം രൂപയിൽ നമുക്ക് ഒരു ഓട്ടോമാറ്റിക് വേരിയൻറ്റ് ലഭിക്കും, AGS വേരിയൻറ്റ്. അങ്ങനെ പറയുമ്പോൾ മാനുവലിൻ്റെ ടോപ്പ് എൻഡിനേക്കാളും ഏതാണ്ട് 50,000 രൂപയെ കൂടുതലുള്ളൂ AMT വേരിയൻറ്റിന് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധി. അപ്പോൾ AMT വേരിയൻറ്റ് ഞാൻ ഓടിച്ചു. AMT വേരിയൻറ്റിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം പറയാനുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാനുണ്ട്. അതായത് ആദ്യകാലത്തെ AMT വേരിയൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലാഗൊക്കെ ഒരു അല്പം കുറച്ചിട്ട് കുറച്ചുകൂടി ഒരു എന്താണ് CVTയുടെ അടുത്തൊന്നും എത്തിയിട്ടില്ലെങ്കിൽ പോലും മോശമല്ലാത്ത രീതിയിൽ ഓടിച്ചു പോകാവുന്ന ഒരു രീതി ഏറ്റവും പുതിയ AMTക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുന്നോട്ട് പോകുന്നതോറും AMT കുറേ കൂടിയൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് മോഡലുകളുമായിട്ട് പിടിച്ചു നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് തോന്നുന്നു. എന്തായാലും പക്ഷേ മൈലേജ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CVTക്കുള്ള മൈലേജ് അല്ല AMTക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ സാധാരണക്കാരൻ്റെ ഒരു വാഹന നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് മാരുതി എപ്പോഴും ശ്രദ്ധിക്കുക മൈലേജിൻ്റെ കാര്യമായിരിക്കാം. അപ്പോൾ കൂടുതൽ മൈലേജ് AGS അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് മോഡലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കൂടുതൽ ബോൾഡായിട്ടുണ്ട് ഈ വാഹനം, കൂടുതൽ ടെക്ക് സാവി ആയിട്ടുണ്ട് എന്നൊക്കെ കമ്പനി പറയുന്നത് വളരെ ശരിയാണ്. എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്, വളരെ ബോൾഡായിട്ടുള്ള രൂപമുണ്ട്. കൂടാതെ സേഫ്റ്റിയുടെ കാര്യത്തിലും 6 എയർ ബാഗുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ബോഡിയുടെ വെയിറ്റ് അടക്കം കൂടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറ്റങ്ങളോടുകൂടി വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ബലേനോ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഞാനല്ല, മാരുതി സുസുക്കി.
അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും ഗോവയിൽ നിന്നുകൊണ്ട് നന്ദി പറയുന്നു. ബൈജുവൻ നായർ സൈനിങ് ഓഫ്.